ഒരു പ്രത്യേകതയും ഉണ്ട്. അപ്പോൾ കാലം കരുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളാണ്. മരണം എപ്പോഴും എം ടി വാസുദേവൻ നായരുടെ കൃതികളുടെ ഒരു പ്രധാന ഘടകമാണ്. പല അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളിലും മരണം കടന്നു വരുന്നുണ്ട്. മരണം കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്, മരണം കാത്തിരിക്കുന്നവരെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ കൃതികളിൽ കാണാവുന്നതാണ്. സ്വർഗം തുറക്കുന്ന സമയത്തിലൊക്കെ മരണമാണ് കേന്ദ്ര കഥാപാത്രം. മരണം കാത്തിരിക്കുന്ന ഒരു നാലുകെട്ടാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. അതിൽ കാരണവരുടെ മരണം കാത്തിരിക്കുന്ന ഉറ്റ ബന്ധുക്കൾ, അതിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയുണ്ട്. അതായിരുന്നു സ്വർഗം തുറക്കുന്ന സമയം. അത് പിന്നീട് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായി. ഒടുവിൽ മനോരഥങ്ങൾ എന്ന ആന്തോളജിക്കൽ ഫിലിമിൽ അതിൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന രീതിയിൽ തന്നെ ആ സിനിമ ആവിഷ്കരിക്കുകയും ചെയ്തു. അത് മരണം കേന്ദ്ര കഥാപാത്രമാക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ മരണം എന്നൊരു ചെറുകഥ തന്നെ അദ്ദേഹത്തിൻ്റേത് ഉണ്ട്. അതുപോലെ വിലാപയാത്ര എന്ന നോവൽ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അതുകൂടാതെ ഒട്ടേറെ കൃതികളിൽ മരണം ഒരു പ്രധാന ഘടകമാണ്. മരണം ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് ആൾക്കൂട്ടത്തിൽ തനിയയിലെ കേന്ദ്ര കഥാപാത്രം പറയുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും എം ടി ഒരിക്കലും മരണം ഒരു ആഘോഷമാക്കാനോ തന്നെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കണമെന്നോ അത് എല്ലാവരും കാണണമെന്നോ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. സാധാരണ തൻ്റെ എഴുത്തു പരിസരം എവിടെയാണോ അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളണം എന്ന് കലാകാരന്മാർ ആഗ്രഹിക്കാറുള്ളതാണ്. പക്ഷേ എം ടിക്ക് ആ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എം ടിയുടെ മരണസമയത്ത് പലരും ചോദിച്ചിരുന്നു, നിളയുടെ തീരത്തായിരിക്കുമോ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുക എന്ന്. കാരണം നിള എന്ന് പറയുന്നതും കൂടല്ലൂർ എന്ന ഗ്രാമവും അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും കുന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രദേശങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഓടി നടന്ന പ്രദേശങ്ങളായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളെ കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിളയുടെ തീരം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു. എൻ്റെ നിള എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധേയനായ ആൾ കൂടിയായിരുന്നു എം ടി വാസുദേവൻ നായർ. പക്ഷേ നിളയുടെ സമീപത്തേക്കല്ല അദ്ദേഹം പോകുന്നത്. അദ്ദേഹം വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു ഇടമായി നിന്ന കോഴിക്കോട് തന്നെ അദ്ദേഹം എരിഞ്ഞടങ്ങാൻ പോവുകയാണ്. സ്മൃതിപഥം എന്ന് പേരിട്ടിരിക്കുന്ന ശ്മശാനത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്. അല്പസമയത്തിനകം ആ വിലാപയാത്ര തുടങ്ങുകയും ചെയ്യും. മനുവിലേക്ക് പോവുകയാണ്. മനു, ഇപ്പോൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി വിളിക്കുന്നുണ്ടല്ലോ, അവരെ നമുക്ക് ശ്രദ്ധിക്കാം. കാരണം ഇവരെല്ലാം നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ തന്നെ എം ഡിയെ ഞങ്ങൾ കണ്ടുവരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ സിനിമകളിലൂടെ ഞങ്ങളുടെ ഉള്ളിലേക്ക് എം ഡിയുടെ കഥാപാത്രങ്ങൾ കയറിയിട്ടുണ്ട് എന്ന് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ എടുക്കാം ഇപ്പോൾ. മനുഷ്യൻ്റെ മനോവധയും സംഘർഷങ്ങളുമൊക്കെ സമ്മേളിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ എം ടി മലയാളികൾക്ക് നൽകി. എം ടി മഷി പടർത്തിയപ്പോൾ കേരളം അത് ജിജ്ഞാസയോടെ, കൗതുകത്തോടെ ഒക്കെയാണ് വായിച്ചു തീർത്തത്. ഭാവ തീവ്രതയുടെ ആ വാക്കുകൾ മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം. ദീപു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദീപു, ഒരുപക്ഷെ രണ്ടാമുഴം എന്ന ഒറ്റ പുസ്തകം മതി എം ടി എന്ന സാഹിത്യകാരൻ അനശ്വരനാണ്. എത്രയെത്ര ബഹുമതികൾ, പുരസ്കാരങ്ങൾ, എത്രയെത്ര അനുഭവങ്ങൾ മലയാളിക്ക് നൽകിയ മഹാനായ എഴുത്തുകാരൻ കേരളം കണ്ണീരോടെ യാത്രയാക്കുമ്പോൾ എങ്ങനെ ഓർക്കുന്നു സാഹിത്യകാരൻ? ഒരു മലയാളിക്കും ഒരു കാലത്തും മറക്കാനാവാത്ത, അല്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എം ടി. ഇങ്ങനെ നമുക്കത് പറയാം. ഒരു മഴ പെയ്തു തോർന്നു, പക്ഷെ മരം പെയ്തുകൊണ്ടിരിക്കും. ആ മരം പെയ്തുകൊണ്ടിരിക്കുന്നത് അക്ഷരങ്ങളിലൂടെ, വാക്കുകളിലൂടെ, വരികളിലൂടെ, പുസ്തകങ്ങളിലൂടെ, അദ്ദേഹം ചെയ്ത സിനിമകളിലൂടെയൊക്കെ ആയിരിക്കും. ഇനി അടുത്ത തലമുറയ്ക്കും ഇതൊരു അത്ഭുത പ്രതിഭാസമായിട്ട് കാണാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ രണ്ടാമൂഴം എന്നുള്ള കൃതി വായിക്കുന്നത്. ആ ചെറിയ പ്രായത്തില് നമുക്ക് വായിച്ചാൽ മനസ്സിലാകത്തക്ക വിധത്തിൽ, എന്നാൽ ആ ഭാഷയുടെ പൂർണ്ണ അലങ്കാരത്തോടെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ആ കൃതി ഒരു 9ാം ക്ലാസ്സുകാരന് പോലും വായിക്കാവുന്ന രീതിയിലാണ് അത്രയും വലിയൊരു സമാഹാരം ഉണ്ടായത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഞാൻ നിരീക്ഷിക്കുമ്പം എനിക്ക് മനസ്സിലാകുന്നത്, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം ഈ ആൾക്കൂട്ടത്തിൽ തനിയെ അവഗണിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല, ആൾക്കൂട്ടത്തിൽ തനിയെ മാറി നിന്ന കഥാപാത്രങ്ങളാണ്. ഈവൻ ഭീമൻ ആയാലും, അല്ലെങ്കിൽ നമ്മൾ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന സിനിമയിലെ
അമ്മുക്കുട്ടി എന്ന് പറയുന്ന ഒരു തറവാട്ടിലെ ഒരു 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 അപ്രസക്തമായ ഒരു കഥാപാത്രമാണ്. അവിടെ വന്ന് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്ന അമ്മുക്കുട്ടി എന്നാ ആ മാധവ മാഷിനെ എന്റെ മരണം നോക്കാൻ വരുന്ന ഒരു നാരായണനുണ്ട്, കുട്ടിനാരായണന്റെ കഥാപാത്രം അവതരിപ്പിച്ച കുതിരോട്ടം പപ്പുവാണ്. ഇങ്ങനെ നിരവധി അനവധി കഥാപാത്രങ്ങള് ഈ MTയുടെ അവഗണിക്കപ്പെട്ട ആൾക്കാര്, അതായത് സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടങ്ങളില് അവഗണിക്കപ്പെട്ടവരെയാണ് ചന്തു ആണ് അദ്ദേഹം കഥാപാത്രങ്ങളാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. എപ്പോഴും മാറി നിൽക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഈവൻ ഇദ്ദേഹത്തിന്റെ ഈ മരണം പോലും അദ്ദേഹം പൊതുദർശനം വേണ്ട എന്നുള്ള രീതിക്ക് എല്ലാവരിലും ഒരാൾ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ തനിയെ, ഇതാണ് അദ്ദേഹം ആൾക്കൂട്ടത്തിൽ തനിയെ ആണെങ്കിൽ പോലും അദ്ദേഹം എല്ലാവരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമാണ്. ദീപുവിനെ പോലെ തന്നെയാണ് കേരളത്തിലെ MTയെ വായിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ഈ സാഹചര്യത്തെ കാണുന്നത്. രാമചന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ നമുക്ക് ഒപ്പം ചേരുന്നു. രാമചന്ദ്രൻ, രാമചന്ദ്രൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാരക്കോണം. മഹാനായ ശ്രീ MTയെ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണോ, തിരക്കഥയായി വന്ന കണ്ട സിനിമകളാണോ, എന്താണ് ശ്രീ രാമചന്ദ്രനെ ഏറ്റവും അധികം സ്വാധീനിച്ചത്? ആളുകൾ പലപ്പോഴും വാക്കുകൾ കിട്ടാതെ വിഷമിക്കുന്ന സാഹചര്യമാണ്. മുഹമ്മദ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ്, ഇനിയൊരു MT നമുക്കില്ല, ഇനി ഓർമ്മകളിലുണ്ട് MT. നമസ്കാരം. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വാർത്ത കേട്ടത്. എന്നാലും മനുഷ്യന് മരിക്കാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതായി എങ്കിലും കൂടി അദ്ദേഹം ഈ കേരളത്തിന്റെയും ലോകത്തിന്റെയും എന്ന് പറയാം ഒരു വൻ കഥാകൃത്തും. അദ്ദേഹം എഴുതിയ കഥ ആ സിനിമ കണ്ട ആൾക്കാരെ മനസ്സിന് പോകാതെ വിട്ടു ഇതുവരെ പോയിട്ടില്ല എനിക്ക്. ആ നിർമാല്യം PJ ആന്റണി സാറിന്റെ കഥാപാത്രം, പിന്നെ ഇരട്ടിന്റെ ആത്മാവ് എന്നുപോലെയുള്ള പല കഥാപാത്രങ്ങളും വളരെയധികം നിർജീവമായി അവർ അഭിനയിച്ചിട്ടുള്ളൂ. ഇങ്ങനത്തെ നല്ലൊരു കഥ മറ്റൊരാൾക്ക് എഴുതാനും സാധിക്കൂല. ഈ കഥ എന്ന് പറഞ്ഞാൽ അത് MT വാസുദേവൻ നായർ തികച്ചും വളരെയധികം നന്നാക്കിയിട്ടുണ്ട്. ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. ജ്ഞാനപീഠം, പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, അങ്ങനെ എത്രയെത്ര പുരസ്കാരങ്ങൾ. സാഹിത്യത്തിന് പുറമെ ചലച്ചിത്ര രംഗത്ത് തിരക്കഥാകൃത്തായി, സംവിധായകൻ ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച MT. അധ്യാപകൻ, പത്രാധിപർ, അങ്ങനെ എത്രയെത്ര നിലകളിൽ. ചന്ദ്രൻ നായർ നമുക്കൊപ്പം